ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അയോധ്യ വിശേഷങ്ങളുമായി ഗീതാജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ അയോധ്യയിലേക്കാണ് എത്തിയത്. ഇത് അയോധ്യ ധാം ജംഗ്ഷൻ. ഇവിടെ നിന്നും 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അയോധ്യ ധാം ക്ഷേത്രത്തിലേക്ക്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണ്. ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഇന്ത്യയുടെ സുപ്രീം കോടതി രാമജന്മഭൂമി ഒരു ട്രസ്റ്റിന് കൈമാറി. അയോധ്യയിലെ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള തറക്കല്ലിടൽ 2020 ഓഗസ്റ്റ് 5 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നിർവഹിച്ചു. ജനുവരി 21, 2024 ജനുവരി 16 ആരംഭിച്ച അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ 6ാം ദിവസമായിരുന്നു ജനുവരി 21 ഞായറാഴ്ച. 6 ദിവസം നീണ്ടുനിന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി 22 ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ദീപാവലിയോടനുബന്ധിച്ച് ദീപോത്സവം ആഘോഷിക്കുകയാണിവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണിവിടെ. ഹിന്ദുമതത്തിലെ 7 പുണ്യനഗരങ്ങളിൽ ഒന്നെന്ന നിലയിലും ബുദ്ധമതത്തിലെ ഒരു പ്രധാന ചരിത്ര കേന്ദ്രമെന്ന നിലയിലും പ്രത്യേക പ്രാധാന്യമുള്ള ഉത്തരേന്ത്യയിലെ ഒരു നഗരമാണ് അയോധ്യ. രാമജന്മഭൂമി ക്ഷേത്ര ദർശനത്തിന് മുന്നേ ഹനുമാൻഗഡി ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ് ആചാരം. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് അയോധ്യ നഗരി. ദീപോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ്ജി എത്തുകയാണ്. അതിനോടനുബന്ധിച്ച് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് രാംലല്ല ക്ഷേത്രം എന്നാണ് പറയുന്നത്. രാംലല്ല ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെയുള്ളതൊന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ വെക്കാനുള്ള പ്രത്യേക സ്ഥല സൗകര്യങ്ങളുണ്ട്. അവിടെ നമ്മൾക്കിത് വെക്കാവുന്നതാണ്. ഭഗവാന് സമർപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകേണ്ടതില്ല. ദർശനത്തിന് ശേഷം നമ്മൾക്ക് ഭണ്ഡാരത്തിൽ പൈസ ഇടാം. അതിന് ശേഷം നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ അവർ പ്രസാദം തരുന്നതായിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് രാംലല്ല ക്ഷേത്രം. മൊബൈല്, ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ വെക്കാനുള്ള പ്രത്യേകം കൗണ്ടറുണ്ട്. അവിടെ ഇത് ഏൽപ്പിക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ നിന്ന് നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് വീണ്ടും അവിടെ തിരിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ നമ്മൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. മെയിൻ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി. ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇന്ന് അയോധ്യ ദർശനത്തിനെത്തി എല്ലാവരും തന്നെ സരയൂ നദിക്കരയിലേക്ക് പോവുകയാണ്. ഇത് സരയൂ നദിക്കരയിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം അയോധ്യ ക്ഷേത്രത്തിൽ നിന്നും 1.5-2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നടന്ന് വേണം പോകാനായിട്ട്. 2 വീലർ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. നല്ല വെയിലുണ്ട്. ഞങ്ങൾ നടന്ന് ശരിക്കും പറഞ്ഞാൽ മടുത്തു. എന്നാലും ഞങ്ങൾ സരയൂ നദിയിലേക്ക് പോവുകയാണ്. സരയൂ നദിക്കരയിലാണ് ദീപോത്സവ ചടങ്ങുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അയോധ്യ ദീപോത്സവ നഗരിയിലൂടെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നടന്നു മടുത്തു, എന്നിരുന്നാലും ആ ക്ഷീണമൊക്കെ മാറിപ്പോയി അതിൽ നടക്കുമ്പോൾ. അത്രയും നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടുത്തേത്. പോകുന്ന വഴിക്കാണ് തുളസിറാം മ്യൂസിയം. ഇതാണ് തുളസിറാം മ്യൂസിയം. ഇവിടെയും ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇരുന്നാണ് തുളസിറാംജി രാമചരിതമാനസം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ തുളസിദാസ്ജിയുടെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ദീപോത്സവ ദിവസത്തോടനുബന്ധിച്ച് അന്നേ ദിവസം അവിടെ ബുക്കിൻ്റെ ഒരു പ്രകാശനം കൂടെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സജ്ജീകരിച്ചതാണ് ഈ സ്റ്റേജ്. ഇതിൻ്റെ പണി നോക്കൂ, എന്ത് നല്ല ഭംഗിയിലാണ് അവരിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കൂ. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ. സരയൂ നദിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്റ്റേജ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അയോധ്യ നഗരിയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തരും തന്നെ സരയൂ നദിക്കരയിലേക്ക് പോവുകയാണ്. ലതാ മങ്കേഷ്കർ നാൽക്കവലയിലും അതിൻ്റെ അടുത്തുമുള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം പോലീസ് ഫോഴ്സും മീഡിയയും ഭക്തജനങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. ഈ വീണ കാണുന്നുണ്ടല്ലോ, ഈ സ്ഥലമാണ് ലതാ മങ്കേഷ്കർ നാൽക്കവല, അതായത് ലതാ മങ്കേഷ്കർ ചൗരാഹ എന്നാണ് അറിയപ്പെടുന്നത്.
ദീപോത്സവ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമമന്ത്ര ധ്വനികളാൽ അയോധ്യ നഗരം നിറഞ്ഞിരിക്കുകയാണ്. സരയൂ നദിക്കര ദിയകളെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. അത് ദീപം തെളിയിക്കുന്നതിനായിട്ട് തയ്യാറായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ദീപം തെളിയിച്ച് ദീപോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാം സരയൂ നദിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അയോധ്യ രാമജന്മഭൂമി ദർശനം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കേട്ടറിവും ബുക്കിൽ വായിച്ച അറിവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്നഭൂമിയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അയോധ്യ ദർശനം നടത്താൻ കഴിയാത്തവർക്ക് പോലും എൻ്റെ വീഡിയോ ഒരുപാട് ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതൊരു മനുഷ്യനും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് രാമജന്മഭൂമി. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ആ പുണ്യഭൂമിയിൽ കഴിയുന്നത് തന്നെ അപാരമായ ആനന്ദമാണ്. ഇത് വിട്ലേശ്വർ ടെമ്പിളാണ്. രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലാണ് ഈ ക്ഷേത്രം. ഇവിടെയാണ് ഞാൻ ദീപം തെളിയിച്ചത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന ഞാൻ അങ്ങനെ അയോധ്യയിൽ ദീപം തെളിയിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് വിട്ലേശ്വർ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അതിഥി മന്ദിരം. ഇവിടെ താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും സാധിക്കും. ദീപവും തെളിയിച്ചു. അതോടൊപ്പം കർപ്പൂര ആരതിയും ഭഗവാന് നടത്തി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. രാമജന്മഭൂമി ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ്, ആനന്ദമാണ്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ എല്ലാവർക്കും വരുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീരാമക്ഷേത്ര ജന്മഭൂമി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അയോധ്യ ക്ഷേത്ര ദർശന വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേരഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പാദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമൃഹം. ജയ് സീതാറാം, ജയ് ശ്രീറാം.